നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി നമ്മൾ എല്ലാവരും കേട്ടത് വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു അല്ലേ. കലൂര് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ മുകളിൽ നിന്നും ഒരു സിറ്റിംഗ് MLA ഉമാ തോമസ് MLA താഴേക്ക് വീഴുന്നു, ഗുരുതരാവസ്ഥയിലാവുന്നു. ആംബുലൻസിൽ അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. അത്രയധികം ഗുരുതരാവസ്ഥയിലായിരുന്നു MLA വീഴുന്ന സമയത്ത്. ഹെഡ് ഇഞ്ചുറി അടക്കം ഒരുപാട് ഇഞ്ചുറീസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ചെസ്റ്റ് ഇഞ്ചുറി, അതുപോലെ തന്നെ നട്ടലിനൊക്കെ കാര്യമായിട്ടുള്ള പരിക്ക് തന്നെ സംഭവിച്ചിട്ട്. ഹെഡ് ഇഞ്ചുറി വരെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ആഘാതം എത്രത്തോളമാണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലാകുമായിരിക്കും. എന്തായാലും ഈ ഒരു സമയത്ത് ഇന്നലെ മൃദംഗനാദം എന്ന കലൂര് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വേൾഡ് ഗിന്നസ് റെക്കോർഡിന്റെ ഭാഗമായിട്ട് മൃദംഗനാദം എന്ന് പറയുന്ന ദിവ്യ ഉണ്ണി കണ്ടക്ട് ചെയ്തിരുന്ന ഒരു പ്രോഗ്രാം നടക്കുകയായിരുന്നു. 12,000 ഡാൻസേഴ്സാണ്, നർത്തകരാണ് ഈ ഒരു പ്രോഗ്രാമിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേൾഡ് ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. ഈ പ്രോഗ്രാം കാണാനായിട്ട് MLA എത്തുകയായിരുന്നു. പക്ഷേ ദാരുണമായിട്ടുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു അപകടം നടന്നിട്ടുണ്ട്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു അപകടം തന്നെയായിരുന്നു. ഈ 12,000 ഡാൻസേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പോൾ, അതും ഒരു സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുമ്പോൾ അതിൻ്റെതായ സുരക്ഷാ മാനദണ്ഡങ്ങൾ തീർച്ചയായും പാലിക്കേണ്ടതുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വീഴ്ച വന്നതുകൊണ്ടാണ് MLAക്ക് ഇത്രയും വലിയൊരു സിവിയർ ഇഞ്ചുറീസും ഇത്രയും വലിയൊരു അപകടം നടക്കാനും അത് കാരണമായതും. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഈ ഒരു അപകടം നടക്കുന്ന സമയത്ത് ഈ മനുഷ്യരുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ മനുഷ്യർ എങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് എന്ന് പോലും നമുക്ക് തോന്നിപ്പോവുകയാണ്. ഈ ഒരു സംഭവം നടന്നപ്പോൾ ഇതിൻ്റെ ആംബുലൻസിലൊക്കെ കയറ്റുന്ന ആ ഒരു വിഷ്വൽസിലൊക്കെ അടിയിൽ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം, ആ ഒരു വീഡിയോ, അതിൻ്റെ കമൻറ്റ് സെക്ഷനൊക്കെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ MLAക്ക് പ്രാർത്ഥനകളുമായിട്ടൊക്കെ കമൻ്റ് ഇടുന്നുണ്ട്. എത്രയും വേഗം പഴയ ഒരു ലൈഫിലോട്ട് തന്നെ തിരിച്ചു വരട്ടെ, അതിനായിട്ട് പൂർണ്ണമായും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് കമൻ്റ് ഇടുന്നു. അതിനുശേഷം കുറച്ചധികം ആളുകൾക്ക് സംഘാടകരെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും വന്ന സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് അത് മെൻഷൻ ചെയ്തുകൊണ്ടുള്ള കമൻറ്റുകൾ ഇടുന്നു. എന്നാൽ ചുരുക്കം ചിലരുടെ മാനസികാവസ്ഥ, എനിക്ക് ആ ഒരു കമൻറ്റുകളൊക്കെ വായിച്ചപ്പോൾ വല്ലാത്തൊരു അരാജകത്വമാണ് ഫീൽ ചെയ്തത്. ഇപ്പോഴും നമുക്കിടയിൽ ഇങ്ങനെയുള്ള ആളുകളും ഉണ്ട് എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു പുച്ഛമാണ് തോന്നുന്നത്. അതായത് അവരിടുന്ന കമൻറ്റുകൾ എന്താണെന്ന് വെച്ചാൽ, എത്രയും വേഗം MLA മരണം പ്രാപിക്കട്ടെ, അല്ലെങ്കിൽ ആർക്കാണ് ആംബുലൻസിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആർക്കാണ് ഇത്ര ധൃതി, എന്തിനാണ് ഇത്രയും വേഗം കൊണ്ടുപോകുന്നത്, പതിയെ കൊണ്ടുപോയാൽ മതി, ആർക്കാണ് ഇത്ര വേഗം കൊണ്ടുപോയിട്ട് ആർക്കും ഒരു തിരക്കുമില്ല, ഒരു തിക്കും തിരക്കുമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പലരും കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു മ്ലേച്ഛമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ് ഈ പറയുന്ന ആളുകളുടെ മനസ്സിലുള്ളത്. അവരുടെ ഉള്ളിലുള്ള ആ ഒരു വിഷമാണ് അവരെ പുറത്തോട്ട് ചീറ്റുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു വ്യക്തിയുടെ അപകടാവസ്ഥയിൽ ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങളും ഓർക്കണം, ഇന്ന് മറ്റൊരാളുടെ ജീവിതത്തിലാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ ലൈഫിലും അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും ആർക്കെങ്കിലുമൊക്കെ ഇത് വന്നുകൂടാ എന്നൊന്നും ഇല്ല. അത്തരത്തിലുള്ള മോശമായിട്ടുള്ള കമൻറ്റുകളാണ് പലരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ആരായിക്കോട്ടെ, നമ്മുടെ ശത്രുവാണെങ്കിൽ പോലും ഒരു വ്യക്തിക്ക് ഒരു അപകടം നടന്നു അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ദാരുണമായിട്ടുള്ളൊരു സംഭവം നടന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മളതിനെ അയ്യോ അവർക്ക് അങ്ങനെ തന്നെ വേണം അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ വന്നത് നന്നായി എന്ന് മനുഷ്യരായിട്ടുള്ള ആരും അങ്ങനെ ചിന്തിക്കില്ല. അല്ലെങ്കിൽ കുറച്ചെങ്കിലും മനുഷ്യത്വം ബാക്കിയുള്ള, മനസാക്ഷി എന്നുള്ള ഒരു ഘടകം ബാക്കിയുള്ള ഒരു വ്യക്തി പോലും അത്തരത്തിൽ ചിന്തിക്കില്ല. അല്ലാത്തവരൊന്നും സത്യത്തിൽ മനുഷ്യരല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വാസ്തവം. ഇങ്ങനെയുള്ള കമൻ്റ് ഇടുന്ന ആളുകളുടെ മാനസികാവസ്ഥ, സത്യത്തിൽ ഇവരൊന്നും അല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇവരുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ മാനസികപരമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള ആളുകളാണ് ഇതുപോലെ ഇത്രയും നികൃഷ്ടമായിട്ടും ഇത്രയും നീചമായിട്ടൊക്കെ ചിന്തിക്കുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പീനിയൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സ്ക്രീൻഷോട്ട് അധികം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടത്. അതിൽ വ്യക്തമായി പറയുന്നത്, അമ്മയുടെ പ്രായമുള്ള ഒരു വ്യക്തിക്ക് ഇത്തരത്തിലൊരു അപകടം നടന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇതുപോലെയൊക്കെ ചിന്തിക്കാനായിട്ട് തോന്നുന്നത് എന്നുള്ളത്. സത്യത്തിൽ ഈ കമൻ്റ് ഇടുന്ന ആരുടെയെങ്കിലുമൊക്കെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ അമ്മയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആർക്കെങ്കിലുമാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള കമൻ്റ് ഇടാനോ അല്ലെങ്കിൽ ഇതുപോലുള്ള വാക്കുകൾ ഉപയോഗിക്കാനോ ഉച്ചരിക്കാനോ ശ്രമിക്കുമോ? നമുക്ക് പലരുമായിട്ടും രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും അല്ലെങ്കിൽ ഒരുപാട്
പാർട്ടി ബേസ് ചെയ്തിട്ടൊക്കെ ഒരുപാട് വിദ്വേഷങ്ങളും അല്ലെങ്കിൽ അതിലൊക്കെ വിയോജിപ്പുണ്ടാകാം. പക്ഷെ ഒരു വ്യക്തിയുടെ അപകടാവസ്ഥയിൽ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു ദുരന്തത്തിൽ ഒരിക്കലും അവർ എങ്ങനെയെങ്കിലും നശിച്ചു പോട്ടെ അല്ലെങ്കിൽ അവരെങ്ങനെയെങ്കിലും മരണം പ്രാപിക്കട്ടെ എന്നൊക്കെ ചിന്തിക്കുന്നത് നിങ്ങളൊന്ന് മനുഷ്യരല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിലെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണത്. ഒരു വ്യക്തി ഇത്രയധികം മ്ലേച്ഛമായിട്ടും ഇത്രയധികം മോശമായിട്ടും ചിന്തിക്കരുത് എന്ന് മാത്രമേ എനിക്കും പറയാനുള്ളൂ. കാരണം നമ്മുടെ ഒരു വ്യക്തിയുടെ അപകടത്തെ ഒരിക്കലും അതിനെ പോലും നമ്മുടെ ഒരു ആയുധമായിട്ട് എടുക്കാതിരിക്കുക. നമുക്ക് മതപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ വിയോജിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിനൊരിക്കലും ഉപയോഗിക്കാതിരിക്കുക. മറ്റൊന്ന്, ഇവിടെ സംഭവിച്ചിരിക്കുന്ന സുരക്ഷാ വീഴ്ച. ഞാൻ എന്തായാലും ഈ സ്ക്രീനിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ അവിടെ എന്താണ് സത്യത്തിൽ സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാകുമായിരിക്കും. ഇപ്പോൾ 12,000 നർത്തകർ ഉൾപ്പെടുന്ന ഒരു പ്രോഗ്രാമാണിത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അത്രയധികം സുരക്ഷാ മാനദണ്ഡങ്ങൾ തീർച്ചയായും പാലിച്ചിരിക്കണം. ഇപ്പോൾ 1-2 ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമല്ല. 12,000 നർത്തകർ എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം നമ്മൾ അതിന് പ്രിക്വേഷൻസ് എടുക്കണം, എത്രത്തോളം മുൻകരുതൽ എടുത്തുകൊണ്ട് വേണം ആ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ എന്നുള്ളത് ഇനിയെങ്കിലും സംഘാടകർ ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തോടുകൂടി പലരും മനസ്സിലാക്കേണ്ട കുറച്ച് യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇപ്പം അതിൽ MLA ആശംസകൾ അർപ്പിക്കാനാണ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഈ വരുന്ന സമയത്ത് 15 അടി ഹൈറ്റിൽ നിന്നും ഒരു വ്യക്തി താഴേക്ക് വീഴുമ്പോൾ അവർക്ക് എത്രത്തോളം ക്ഷതം സംഭവിക്കും അല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് അപകടം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. കാരണം 15 അടി ഹൈറ്റ് എന്ന് പറയുമ്പോൾ അത്ര നിസ്സാരമായിട്ടുള്ള ഒരു ഹൈറ്റ് ഒന്നുമല്ല. 15 to 20 അടി ഹൈറ്റിൽ നിന്നാണ് MLA താഴേക്ക് വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹെഡ് ഇഞ്ചുറി അടക്കമുള്ള ഇഞ്ചുറീസ് MLAക്ക് സംഭവിച്ചിരിക്കുന്നത്. എത്രയും വേഗം ആ പഴയ ലൈഫിലോട്ട് MLA തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. കാരണം ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു അപകടമായിരുന്നു. അല്ലെങ്കിൽ ഒരു സമയത്ത് പോലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിനിറ്റിൽ പോലും MLAക്ക് തനിക്ക് ഇങ്ങനെ ഒരു അപകടം വരാൻ പോവുകയാണ്, സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ളത് ഒരു നിമിഷം പോലും MLA പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ഇത്രയും വലിയൊരു ഹൈറ്റിൽ നിന്നും MLA താഴേക്ക് വീഴുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടാകും താഴെ MLAയുടെ ചെരുപ്പൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിന് അവിടെ ഒരു സ്ലാബ് ഉണ്ട്, അതിൽ തന്നെ ഒരു റിബൺ കെട്ടി വെച്ചിട്ടുണ്ട്. ഈ റിബണെ ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജ് അവരവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ആളുകൾ അല്ലെങ്കിൽ ഇത്രയും ആളുകളെ കാണാനായിട്ട് വരുന്ന സമയത്ത് ഒരു ബാരിക്കേഡ് പോലും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു കൈവരി പോലും ഇല്ലാതെ പിടിച്ച് നടക്കാൻ അല്ലെങ്കിൽ ഒന്ന് പിടിച്ച് നിൽക്കാൻ പോലും ഒരു കൈവരി പോലും ഇല്ലാതെ ഒരു സ്റ്റേജ് നിർമ്മിക്കുന്ന സമയത്ത് അവിടെ എത്ര വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ MLAക്ക് സംഭവിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. MLA വീഴാൻ പോയ സമയത്ത് ആ ഒരു റിബണിലാണ് പിടിച്ചത്. പക്ഷേ റിബൺ അവിടെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ കെട്ടിവെച്ചിരിക്കുന്ന റിബണാണ്. പക്ഷേ ആ ഒരു റിബണിൽ പിടിക്കുമ്പോഴും നമുക്ക് അത്രയധികം പ്രഷറൊന്നും അതിലോട്ട് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ പ്രഷർ കൊടുത്താൽ തന്നെ റിബണും പൊട്ടും, ആൾ താഴെ എത്തുകയും ചെയ്യും. അത്രയ്ക്കുള്ള പ്രഷറൊക്കെ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിനൊരു കൈവരിയോ ബാരിക്കേഡോ എന്തെങ്കിലും ഒരു നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത്രയും വലിയൊരു അപകടം സംഭവിക്കില്ലായിരുന്നു. ഈ ഒരു വേദി എന്നല്ല, മറ്റ് ഇനി ഇതുപോലുള്ള വലിയ വലിയ പ്രോഗ്രാമുകൾ നടക്കുന്ന സമയത്ത് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അവർ കുറച്ചധികം മുൻകരുതൽ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇത്രയും വലിയൊരു സ്റ്റേജിൽ ഒരു ബാരിക്കേഡ് പോലും ഇല്ലാതെ ഒരു വ്യക്തിക്ക് നിൽക്കാൻ പോലും ചില സമയത്ത് പറ്റില്ല. അപ്പോൾ ഇതിലിപ്പോൾ കാൽ വഴുതിയിട്ടാണ് MLA താഴേക്ക് വീഴുന്നത്. അപ്പോൾ പിടിച്ചതായിക്കോട്ടെ ആ ഒരു റിബണിലാണ് പിടിച്ചിരിക്കുന്നത്. റിബണിൽ എത്രത്തോളം സപ്പോർട്ട് കൊടുക്കാനായിട്ട് സാധിക്കും? അപ്പോൾ ഒരു ബാരിക്കേഡ് പോലും ഇല്ലാതെ ഒരു സ്റ്റേജ് നിർമ്മിക്കുന്ന ആ ഒരു വിദഗ്ധനായ ആ ഒരു സ്റ്റേജ് നിർമ്മിച്ച വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവർ എന്ത് ബേസിലാണ് ഈ ഒരു സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് നിർമ്മിക്കുമ്പോൾ എന്നല്ല, അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു നിർമ്മാണം നടന്നത്, കലൂർ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് എന്നും പറയുന്നു. അപ്പോൾ ഇതിന് മുൻപ് തന്നെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടാകും. കാരണം ഒരുപാട് പേപ്പർ വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാനുണ്ടാകും. അതുപോലെ തന്നെ സാങ്ഷൻ കിട്ടണമെങ്കിൽ തന്നെ അതെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് സാങ്ഷനൊക്കെ കിട്ടുന്നത്. പക്ഷേ ഇവർ എന്ത് ബേസിലാണ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജ് പരിശോധിക്കാതെയാണ് സ്റ്റേജ് കാണാതെയാണ് ഈ പെർമിഷൻ കൊടുത്തിരിക്കുന്നത്? ഒരു ബാരിക്കേഡ് പോലും
വെക്കാത്ത, ഒരു കൈവരി പോലും വെക്കാത്ത ഒരു സ്റ്റേജിന് എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സാങ്ഷൻ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് വീണ്ടും വീണ്ടും ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം 12,000 നർത്തകർ എന്ന് പറയുമ്പോൾ ചില്ലറയായിട്ടുള്ള പാർട്ടിസിപ്പൻസ് ഒന്നും അല്ല. ഇത്രയധികം നർത്തകർ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അത്രയും വലിയൊരു നമ്മൾ അത്രയധികം സുരക്ഷാ മുൻകരുതൽ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ സംഘാടകരുടെ ഭാഗത്തു നിന്നും 100% അല്ല 101% സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിന് ശേഷം ഈ ഒരു MLA വീണതിന് ശേഷവും ഈ പ്രോഗ്രാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അത് വേൾഡ് ഗിന്നസ് റെക്കോർഡിൻ്റെ അറ്റംപ്റ്റ് ആയതുകൊണ്ടായിരിക്കും ആ ഒരു പ്രോഗ്രാം അവിടെ വീണ്ടും കണ്ടിന്യൂ ചെയ്തത്. അതെന്താണ് അത്തരത്തിൽ സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ആരുടെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള ഒപ്പീനിയൻസ് വന്നിട്ടില്ല. പിന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പണപ്പിരിവ് നടത്തി അത്തരത്തിൽ ഒരുപാട് അഭിപ്രായങ്ങൾ പലരും ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. എന്തായാലും അതൊക്കെ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. എന്തായാലും ഇനിയെങ്കിലും സുരക്ഷാ വീഴ്ചകൾ എത്രത്തോളം നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുമോ അത്രത്തോളം സുരക്ഷ മാനിച്ചുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഓരോ വ്യക്തികളുടെയും ജീവന് അത്രയധികം പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ 12,000 നർത്തകരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അത് എത്രയധികം കാണികൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ടായിരുന്നു VIP കൾ ഇരിക്കുന്ന ഒരു വേദിയാണ്, അപ്പോൾ അതിലൊരു ബാരിക്കേഡ് പോലും സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ. പക്ഷേ VIP എന്നല്ല, ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണെങ്കിൽ കൂടി ആ ഒരു വ്യക്തിയെ മാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സുരക്ഷാ മുൻകരുതൽ വേണം ഇനിയെങ്കിലും എടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് മുൻകരുതൽ എടുക്കേണ്ട ഒരു സമയത്ത് ഇത്രയും വലിയൊരു വീഴ്ച എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ന്യായീകരണവും അതിൻ്റെ ആ ഒരു പ്രതികരണവും തീർച്ചയായും സംഘാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതാണ്. കാരണം ഇത്രയധികം ആളുകളൊക്കെ വരുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ ഒരു വേദി എന്നല്ല, മറ്റേത് വേദിയാണെങ്കിൽ കൂടി ഒരു മനുഷ്യൻ്റെ ജീവന് പോലും വിലയില്ലേ എന്നുള്ളതാണ് വീണ്ടും ഇവിടെ ആവർത്തിക്കപ്പെടുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ MLAക്ക് ഇത്രയധികം വലിയ ഹെഡ് ഇഞ്ചുറി അടക്കം വലിയൊരു ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആരാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക? ഇനിയിപ്പോൾ പഴയ ഒരു ലൈഫിലോട്ട് തിരിച്ചു വന്നാലും അതിൻ്റെ ബാക്കിയുള്ള എഫക്റ്റ് എല്ലാം തന്നെ MLA തീർച്ചയായും ബാധിക്കും. കാരണം അത്രയും വലിയ അപകടമാണ് നടന്നിരിക്കുന്നത്. അത്രയും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ തീർച്ചയായും MLAക്ക് നേരിടേണ്ടി വരും എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. സോ ഇനിയെങ്കിലും മനുഷ്യനായി കണ്ടുകൊണ്ട് ഓരോ വ്യക്തിക്കും, അല്ലെങ്കിൽ അവർക്കും ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്, അർഹതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാതിരിക്കുക. ഇതുപോലെ തന്നെ ഈ കമൻ്റ് ഇടുന്ന കമൻറ്റോളുകളോടും എനിക്കത് തന്നെയാണ് പറയാനുള്ളത്. ഇന്ന് മറ്റൊരാളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ഇൻസിഡൻറ്റ് നാളെ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കില്ല എന്ന് ആർക്കും യാതൊരു വിധത്തിലുള്ള ഉറപ്പും പറയാനാവില്ല. സോ പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു ദാരുണമായ സംഭവത്തെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.